ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ജോൺ ക്രിസ്റ്റഫർ. ഞാൻ വരാപ്പുഴ രൂപത വൈദികനാണ്, അതിരൂപത വൈദികനാണ്. ഞാൻ വൈദികനായത് 2014 ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവാണ് എന്നെ അഭിഷിക്തനാക്കിയത്. എൻ്റെ വീട്ടിൽ അപ്പൻ മരിച്ചുപോയി, അമ്മയുണ്ട്, പിന്നെ 2 സഹോദരങ്ങളുണ്ട്. സഹോദരൻ ഇളയതാണ്. അദ്ദേഹം ഒരു HP എന്ന് പറഞ്ഞ ഹാർഡ്വെയർ കമ്പനിയിൽ ചാനൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു. അദ്ദേഹത്തിന് 2 മക്കളാണുള്ളത്. അദ്ദേഹത്തിൻ്റെ വൈഫ് ഒരു ഹോം മേക്കറാണ്. പിന്നെ ഒരു സഹോദരിയാണുള്ളത്. സഹോദരിയാണ് മൂത്തത്. സഹോദരിയെ കല്യാണം കഴിപ്പിച്ചിരിക്കുന്നത് ആലപ്പുഴ പുന്നപ്രയിലാണ്. ചേച്ചിക്കൊരു ചെറിയ തുണിക്കടയുണ്ട്. അളിയൻ KSEBയിൽ നിന്ന് റിട്ടയർഡ് ആണ്. പിന്നെ ഒരു മകനാണുള്ളത്. അവനിപ്പോൾ ഒരു സിവിൽ എൻജിനീയറിംഗ് ഫേമിൽ വർക്ക് ചെയ്യുന്നു. ഇതാണ് ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ ചെറുപ്പകാലത്തിൽ അച്ഛനാകണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും അമ്മൂമ്മയാണ് ഞങ്ങളെങ്ങനെ പള്ളിയിലൊക്കെ കൊണ്ടുവരുന്നത്. അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ അമ്മൂമ്മ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോയിരുന്നു. കുർബാനയ്ക്കുള്ള പാടിന് ശേഷം കുർബാന മുടങ്ങാതെ കൂടാൻ എപ്പോഴും ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഒരു അച്ഛനാകണമെന്നുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. പിന്നെ പല കാലയളവിലും ഇങ്ങനെ ചേഞ്ചസൊക്കെ വന്നെങ്കിലും 10ാം ക്ലാസ് വരെ ഒരു കൺസിസ്റ്റൻ്റായിട്ട് അച്ഛനാകണമെന്നുള്ളൊരു ആഗ്രഹം ഉള്ളിൽ നിലനിന്നിരുന്നു. പക്ഷേ ഇനീഷ്യേറ്റീവ് എടുത്തത് എൻ്റെ അമ്മയുടെ ഒരു കൂട്ടുകാരിയായ സിസ്റ്ററാണ്. സിസ്റ്റർ ഇപ്പോൾ മരിച്ചുപോയി. സിസ്റ്റർ ജൂഡ് എന്ന് പറഞ്ഞ സിസ്റ്ററാണ്. സിസ്റ്റർ CSST സഭാംഗമാണ്. സിസ്റ്റേഴ്സ് എൻ്റെ ഉള്ളിലുള്ള ദൈവവിളി തിരിച്ചറിഞ്ഞ് എന്നെ വൊക്കേഷൻ ക്യാമ്പിന് വിടണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വൊക്കേഷൻ ക്യാമ്പിൽ ഞാൻ പങ്കെടുത്തതാണ്. സെലക്ഷനും കിട്ടിയതാണ്. പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ട് വീട്ടിലെ ചില ബന്ധുക്കളുടെ പ്രഷർ കൊണ്ട് എനിക്ക് ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. പക്ഷേ എങ്കിലും ആ ക്യാമ്പ് എനിക്കൊരു അനുഗ്രഹമായിട്ട് മാറിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി പോയ മോൺസിഞ്ഞോർ ജോസഫ് തണ്ണിക്കോട്ടായിരുന്നു ആ സമയത്ത് റെക്ടർ. അദ്ദേഹം പറഞ്ഞ ഒരു പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ബലമായി മാറി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം പറഞ്ഞു, ദൈവമേ, നീ എന്നെ എന്താക്കാൻ ആഗ്രഹിക്കുന്നു അതാക്കി തീർക്കണമേ എന്നുള്ള ഒരു പ്രാർത്ഥന അദ്ദേഹം അവിടെ പഠിപ്പിച്ചു. ആ പ്രാർത്ഥന പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് അച്ഛനാകണമെന്നുള്ളൊരാഗ്രഹം അത് സാധിക്കാതിരുന്നതുകൊണ്ട് എനിക്ക് അറിയില്ലായിരുന്നു പിന്നെ അത് അച്ഛനാകാൻ പറ്റുമോ ഇല്ലെന്ന്. പക്ഷേ ഒരു മിഷണറി ആകണമെന്നുള്ള ആഗ്രഹം എല്ലാ കാലത്തും നിലനിന്നിരുന്നു. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിൽ ആ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ മദർ തെരേസ, കൊൽക്കത്തയിലെ മദർ തെരേസ വളരെ സജീവമായി അവരുടെ ഇടയിലും ഈ ശുശ്രൂഷ ചെയ്യുന്നൊരു കാലഘട്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ മദർ തെരേസയോടൊരു കോൺഗ്രിഗേഷനിൽ ചേരണമെന്നുള്ളൊരു ആഗ്രഹം എൻ്റെ ഉള്ളിൽ നിലനിന്നിരുന്നു. അപ്പോൾ അത് +2 പ്രീ ഡിഗ്രി കാലഘട്ടത്തിൽ ഞാൻ അത്ര എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും ഡിഗ്രി ആയപ്പോൾ എൻ്റെ ഉള്ളിലൊരു തീരുമാനം പോലെ ഞാൻ എടുത്തിരുന്നു. ഡിഗ്രി കഴിയുമ്പോൾ വീട്ടിൽ ഇത് അവതരിപ്പിക്കും, എന്നിട്ട് മദർ തെരേസയുടെ മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ജോയിൻ ചെയ്യാമെന്നുള്ളൊരാഗ്രഹം ഉള്ളിലുണ്ടായിരുന്നു. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഞാനിത് വീട്ടിൽ അവതരിപ്പിച്ചു. അമ്മയുടെ അടുത്താണ് പറഞ്ഞത്. പക്ഷേ അമ്മയ്ക്ക് വളരെ സങ്കടമായി. അമ്മ അന്ന് കരയുകയൊക്കെ ചെയ്തു. ഇപ്പോൾ അങ്ങനെ ഒരു തീരുമാനം എടുക്കരുത്, വളരെയേറെ ബുദ്ധിമുട്ടേറിയൊരു സാഹചര്യത്തിലൂടെ വീട് കടന്നു പോകുന്നൊരു സമയമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അമ്മയുടെ പ്രഷറിന് വഴങ്ങി ഞാനത് താൽക്കാലികമായി വേണ്ടെന്ന് വെച്ചു. പിന്നീട് ഞാൻ ഒരു IT കമ്പനിയിലൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോയിൻ ചെയ്യുകയുണ്ടായി. അതിന് മുമ്പ് ഞാനൊരു കോഴ്സ് ചെയ്തു, ഒരു PG ഡിപ്ലോമ ഇൻ RDBMS, റിലേഷണൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ ഒരു PG ഡിപ്ലോമ ചെയ്തു. അപ്പോൾ ആ ഒരു കാലയളവിൽ അതിനെക്കുറിച്ച് പഠിക്കാനും അങ്ങനെ പഠിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി കിട്ടാനും ഇടയായി. അവിടെ കയറിയപ്പോൾ അവർ എൻ്റെ അടുത്തൊരു കമ്മിറ്റ്മെൻറ്റ് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉള്ളിൽ ഈ ഒരു ചിന്ത ഉള്ളിൽ നിലനിൽക്കുന്നതുകൊണ്ട് അവരോട് ഞാൻ 3 വർഷം പറഞ്ഞു. 3 വർഷം കഴിയുമ്പോൾ ഇവിടെ നിന്നൊക്കെ രാജിവെച്ച് മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ജോയിൻ ചെയ്യാമെന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാണ് ഞാൻ അവിടെ കയറിയത്. അവരോട് ഇത് പറഞ്ഞില്ല. പക്ഷേ എൻ്റെ ഉള്ളിൽ ഈ 3 വർഷം കഴിയുമ്പോൾ രാജിവെച്ചിട്ട് മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ജോയിൻ ചെയ്യാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ കയറിയത്. അങ്ങനെ ആ കമ്പനിയിൽ ഞാൻ ജോയിൻ ചെയ്ത് സാവധാനം അവിടെ
അവിടുത്തെ ഒരു ഓൾ ഇൻ ഓളായി മാറി. അവിടെ എല്ലാ കാര്യങ്ങളും ആദ്യം ഞാൻ ടെസ്റ്റിങ്ങിലായിരുന്നു, പിന്നെ ഡിപ്ലോയ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്, പിന്നെ സിസ്റ്റം സ്റ്റഡി, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആകാൻ തുടങ്ങി. അങ്ങനെ ഇൻവോൾവായി വന്നപ്പോൾ ഞാനെടുത്ത ഈ പ്രതിജ്ഞയൊക്കെ ഞാൻ മറന്നുപോയി. പക്ഷേ എന്നെ കർത്താവ് ഒരു 3 വർഷം കഴിഞ്ഞപ്പോൾ കൃത്യമായി ഓർമ്മിപ്പിച്ചു. അത് വേറെ ചില സംഭവങ്ങളിലൂടെയാണ് ഓർമ്മിപ്പിച്ചത്, അത്ര സുഖകരമായ സംഭവങ്ങളിലൂടെ അല്ല ഓർമ്മിപ്പിച്ചതെങ്കിലും. പക്ഷേ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊക്കെയാണ് എനിക്ക് എൻ്റെ ഈ ദൈവവിളി മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്ന് ഞാൻ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കമ്പനിയിൽ നിന്ന് പുറത്തിറങ്ങുകയും കമ്പനിയുടെ ബാക്കി കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം എന്ന് അവരോട് പറഞ്ഞുകൊണ്ടാണ് പുറത്തിറങ്ങിയത്. പക്ഷേ ആ ഒരു പുറത്തിറങ്ങിയ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതം നവീകരിക്കാൻ കർത്താവ് ഇടയാക്കി. അപ്പം ധ്യാനമൊക്കെ അറ്റൻഡ് ചെയ്ത് പിന്നെ റെഗുലറായിട്ട് ഞാൻ ബൈബിൾ വായിക്കുമായിരുന്നു. 2-3 ജപമാലയൊക്കെ എല്ലാ ദിവസവും ചെല്ലുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ജപമാല ചൊല്ലി രാവിലെ വ്യക്തിപരമായി പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്നെ ജപമാല പ്രാർത്ഥനയ്ക്കിടയിൽ കർത്താവ് ഒരു വചനം പഠിപ്പിച്ചു. അത് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനം. ആദ്യം ഈ വചനം കിട്ടി, പിന്നെ ഈ വാക്യം കിട്ടി, പുസ്തകം കിട്ടി. ഇതെല്ലാം കിട്ടിയപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് നോക്കി. എക്സാക്റ്റ് വചനം, എക്സാക്റ്റ് വാക്യം, എക്സാക്റ്റ് പുസ്തകം. അപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തി. കർത്താവ് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ച വചനമാണ്: ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതിക്കായി വിളിക്കപ്പെട്ടവർക്കും എല്ലാം നന്മയ്ക്കായി പരിണമിക്കപ്പെടും. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ആകെത്തുകയായിട്ട് ഞാൻ കാണുന്നു. കാരണം ഞാൻ ചെറുപ്പത്തിലൊരു 6 മാസമായിരുന്നപ്പോൾ മരുന്ന് മാറിപ്പോയി ഒരു 5 മിനിറ്റിൻ്റെ ഗ്യാപ്പിൽ മരണമടഞ്ഞു പോകേണ്ടവനായിരുന്നു. പക്ഷെ അവിടെ നിന്ന് ദൈവം എന്നെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവത്തിൻ്റെ പ്ലാനിൻ്റെയും പദ്ധതിയുടെയും ഭാഗമായിരുന്നു. അങ്ങനെ ഈ എൻ്റെ റിവൈവ്ഡ് ആയിട്ടുള്ളൊരു ജീവിതം വഴിയാണ് പിന്നീട് ഉള്ള കാര്യങ്ങളിലേക്ക് എനിക്ക് കുറച്ചുകൂടി മാറ്റങ്ങൾ വരികയും തീരുമാനമെടുക്കാനൊക്കെ എനിക്ക് സാധിച്ചത് അതിൻ്റെ ബലത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഈ 1 വർഷം ഞാൻ ഈ കമ്പനിയെ പുറത്ത് നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന അവസരത്തിൽ എനിക്ക് ചെന്നൈയിൽ വർക്ക് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതും ഞാൻ എപ്പോഴും ബൈബിൾ എടുക്കുമ്പോൾ എഴുന്നേറ്റ് ഡമാസ്കസിലേക്ക് പോവുക അത് മാത്രം കിട്ടും. അതിൻ്റെ എന്താണ് അർത്ഥമെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല. അപ്പോൾ പിന്നീട് ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഡമാസ്കസ് ആയിരുന്നു ചെന്നൈ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ചെന്നൈയിൽ പോയപ്പോൾ എന്നെ ശരിക്കും എളിമപ്പെടുത്തുന്നതിന് തുല്യമായിരുന്നു. കാരണം ഞാൻ 4 വർഷം ഈ കമ്പനിയിൽ വർക്ക് ചെയ്ത് വളരെ സീരിയസ് ആയിട്ട് കോഡിങ് ചെയ്തിരുന്ന ഒത്തിരി ലൈൻസ് ഓഫ് കോഡ്സ് ഞങ്ങൾ ഡെയിലി എഴുതുമായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ എനിക്ക് തരുന്നതൊക്കെ 3 മാസം മാത്രം എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കീഴിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്നെ എളിമപ്പെടുത്താൻ വേണ്ടി കർത്താവ് അവിടെ കയറ്റിയാണ്. അപ്പോൾ ആദ്യം എനിക്ക് ഒരു പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് വേറെ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ആദ്യം ഇവിടെ നിന്ന് ഞാനൊന്ന് നിലയുറപ്പിക്കട്ടെ, എന്നിട്ട് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ആദ്യം എന്നോട് ഡിഫിക്കൽട്ടി തോന്നി. പിന്നീട് ആ കമ്പനിയിൽ ഞാൻ അവസാനമൊക്കെ ഇറങ്ങുമ്പോൾ ഒരു 7 പ്രോജക്റ്റിലൊക്കെ ഒരേ സമയം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസ് ഞാനിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്നെ ഹംബിൾ ഡൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് കർത്താവ് കൊണ്ടുപോയതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷേ അവിടെ വെച്ച് എൻ്റെ പ്രെയർ ലൈഫിലൊക്കെ ഒരുപാട് പുതിയ കാര്യങ്ങളൊക്കെ കർത്താവ് ആഡ് ചെയ്തു. ഇപ്പോൾ ഒരു സ്പിരിച്വൽ ഫാദർ എന്നുള്ള കൺസെപ്റ്റൊക്കെ എനിക്ക് അവിടെ വെച്ച് കർത്താവ് വന്നു. ഞാൻ റെഗുലറായിട്ട് ഒരു അച്ഛനെ തന്നെ കാണും, ആ അച്ഛൻ്റെ അടുത്ത് തന്നെ കുമ്പസാരിക്കാൻ പോകും. പിന്നെ 5 ദിവസമല്ലേ വർക്കിംഗ് ഉള്ളൂ ഈ IT കമ്പനീസിൽ. അപ്പോൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയിരുന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ അങ്ങനെയുള്ള റെഗുലറായിട്ടുള്ള ഒരു ഹാബിറ്റ്സൊക്കെ കർത്താവിനിൽ ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ചില കൃപകളും നമ്മൾ ഈ വചനവായന വഴിയും അതുപോലെ തന്നെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കുമ്പോഴൊക്കെ കിട്ടുന്ന ചില കൃപകൾ എനിക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ചില പ്രാർത്ഥിക്കുന്നവരെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചിലരോടൊക്കെ എനിക്ക് അതുവരെ നിന്ന് അങ്ങനെ ധൈര്യമില്ല ചിലരെയൊക്കെ ചലഞ്ച് ചെയ്യാനൊക്കെ. അപ്പോൾ ചിലരോട് ഇത് പറയണമെന്ന് ഞാൻ പറയാൻ കർത്താവ് ആവശ്യപ്പെട്ട് അത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ചിലത് സംഭവിക്കില്ല. അപ്പോൾ ഇത് പറയണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞാൻ പറയാതെ ഡിലേ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ പറയാതെ നിവൃത്തിയില്ലാതെ വരുമ്പോൾ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ പറയുന്നത് കാര്യങ്ങളിൽ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ എനിക്ക് എക്സ്പീരിയൻസ്, എൻ്റെ കഴിവല്ല, ഞാനിത് എന്നെ മഹത്വപ്പെടുത്താൻ പറയുന്നില്ല, കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട മേഖലകൾ പറയുക. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ വർക്ക് ചെയ്തിരിക്കുമ്പോൾ എനിക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, കമ്പനി ഓവർസീസിൽ ഒരു ഓപ്പർച്യൂണിറ്റി, ഒരു ഓൺസൈറ്റ് എക്സ്പീരിയൻസ്, ഓൺസൈറ്റിൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അത് എന്നോട് പറയുന്നത് ജാനുവരി 25-ാം തീയതിയാണ്. ജാനുവരി 25-ാം തീയതി പൗലോസ് അപ്പോസ്തലൻ്റെ മാനസാന്തര ദിനത്തിൻ്റെ നാളുണ്ടെന്നാണ് കർത്താവ് എന്നോട് ഈ ഒരു
ഓപ്പർച്യൂണിറ്റി എനിക്ക് മുമ്പിൽ ഇവർ വഴി വെക്കുന്നത്. പക്ഷേ എൻ്റെ ഉള്ളിൽ അതുവരെ ഇല്ലാത്ത എന്തോ ഒരു വലിയ ഭാരം, ഹൃദയത്തിലൊരു വലിയ ഭാരം, അത് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു ഭാരം എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നാളെ അവധിയാണല്ലോ, ജാനുവരി 26, അപ്പോൾ നാളെ ഒരു ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പറയാം, എനിക്കൊന്ന് ആലോചിക്കണം എന്ന് പറയും. അന്ന് ഞാൻ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച്, എന്താണ് കർത്താവ് ഇങ്ങനെ ഒരു ഭാരം വന്നതിന് കാരണം എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇരുന്ന് പ്രാർത്ഥിച്ചത്. അങ്ങനെ ഒരു ദിവസം ഉപവസിച്ചിരുന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒരു വലിയ ബലം കിട്ടി. അതുവരെ ഇല്ലാത്തൊരു ബലം, ധൈര്യത്തോടെ തീരുമാനം എടുക്കാൻ പറ്റാതിരുന്ന എനിക്ക് കർത്താവ് ധൈര്യത്തോടെ തീരുമാനം എടുക്കാനൊരു അവസരം തന്നു. എനിക്ക് ബൈബിൾ തുറന്നപ്പോൾ കിട്ടിയത്, നീ എടുത്ത പ്രതിജ്ഞകൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രഘോഷിക്കുക എന്നുള്ളൊരു ബോധ്യമാണ് എനിക്ക് ബൈബിളിലൂടെ വായിച്ചപ്പോൾ കിട്ടിയ ബോധ്യം. പിന്നെ ഞാൻ വീട്ടിലൊന്നും പറഞ്ഞില്ല. ഞാൻ കമ്പനിയിൽ ചെന്ന് പറഞ്ഞു, ഞാനിനി ഈ കമ്പനിയിൽ അധികം നാളുണ്ടാവില്ല, നിങ്ങൾ വേറെ ആരെങ്കിലും ഈ ഒരു പോസ്റ്റിലേക്ക് നോക്കുക. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ ആ ഒരു അമേരിക്കയിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റിയിൽ നിന്ന് ഞാൻ ഒഴിവായി. പിന്നെ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വീട്ടിൽ അറിയിക്കണം ഇങ്ങനെ ഒരു കാര്യം. വീട്ടിൽ വളരെ ഡിഫിക്കൽട്ടായി, കാരണം ഞാനൊരു 30ാമത്തെ വയസ്സിലാണ് ഈ ഒരു തീരുമാനം പറയുന്നത്. അപ്പോൾ വീട്ടുകാർ കല്യാണത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. പിന്നെ എൻ്റെ ആദ്യത്തെ ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ V-ഗാർഡിൻ്റെ ഒരു സെൻറ്ററുണ്ട്, മരട് കാരുണ്യമാത സോഷ്യൽ സെൻറ്റർ. അവിടുത്തെ ഒരു സാവിയോ എന്ന് പറഞ്ഞ സിസ്റ്റർ എൻ്റെ ഒരു മെൻറ്ററാണ്. അപ്പോൾ സിസ്റ്ററിൻ്റെ അടുത്ത് ഒരു ദിവസം യാദൃശ്ചികമായിട്ട് എൻ്റെ അനിയൻ ചെന്നപ്പോൾ അനിയൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടനിങ്ങനെ ഒരു മിഷണറീസ് ഓഫ് ചാരിറ്റിയിൽ ജോയിൻ ചെയ്യാൻ പോണേന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ എന്നെ വിളിച്ചു. സിസ്റ്റർ എന്നോട് ചോദിച്ചു, നീ ആലോചിച്ചെടുത്ത തീരുമാനമാണോ, പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാണ്. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എന്നാലും നമുക്കൊന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 15 ദിവസം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും കിട്ടിയ വചനം അബ്രഹാത്തിൻ്റെ വിളിയായിരുന്നു. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായത്തിൽ പറയുന്ന, എഴുന്നേറ്റ് നിൻ്റെ വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് ഞാൻ പറയുന്നിടത്തേക്ക് പോവുക. അപ്പോൾ അതായിരുന്നു എനിക്ക് കിട്ടിയ ഉൾക്കാഴ്ച. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, എനിക്ക് കിട്ടിയതും അതുപോലെ ഒരു ഉൾക്കാഴ്ചയാണ്, അപ്പോൾ അതുകൊണ്ട് നിൻ്റെ വിളി ശരിയാണ്. പക്ഷേ എനിക്ക് നിന്നോടൊരു അഭിപ്രായം പറയാനുണ്ട്, നീ ബ്രദർഹുഡിന് പോകണ്ട, അച്ഛനാകാൻ പോകാൻ പറഞ്ഞു. അങ്ങനെ രൂപതയിലോട്ട് കണക്ട് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ട്, അങ്ങനെയാണ് ഞാൻ രൂപതയിലേക്ക് വരുന്നത്. എൻ്റെ വികാരി അച്ഛനെ കാണാൻ ആവശ്യപ്പെട്ടു. അന്ന് മോൺസിഞ്ഞോർ കളത്തി വീട്ടിലായിരുന്നു, ആന്നി കളത്തി വീട്ടിലായിരുന്നു. അദ്ദേഹം കർത്താവിലെ നിദ്ര പ്രാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വഴി ഞാൻ രൂപതയിലെ വൈസ് റെക്ടർ അന്ന് കാരിക്കശ്ശേരി പിതാവായിരുന്നു, അദ്ദേഹത്തിനെ കാണാൻ പോയി. പിതാവ് എന്നോടൊരു ടെസ്റ്റ് മണി എഴുതി അയക്കാൻ പറഞ്ഞു. അങ്ങനെ ടെസ്റ്റ് മണി എഴുതി അയച്ചു. അത് പ്രാർത്ഥിച്ചൊരുങ്ങി എഴുതി അയച്ചു. അത് കഴിഞ്ഞ് എന്നെ പിതാവിനെ കാണാനുള്ള സ്പെഷ്യൽ അപ്പോയിൻമെൻ്റ് എടുത്തു തന്നു. ഡാനിയൽ പിതാവായിരുന്നു. അപ്പോൾ ഡാനിയൽ പിതാവ് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഒരൊറ്റ ചോദ്യമാണ് ചോദിച്ചത്, നിനക്ക് നിന്നേക്കാൾ ചെറിയ പിള്ളേരോടൊപ്പം ജീവിക്കാൻ പറ്റുമോ? അവരുടെ ഒപ്പം നീ 1 വർഷം ചിലവഴിക്കേണ്ടി വരും, അത് സാധിക്കുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തും ഞാൻ താമസിക്കുന്നത് എന്നേക്കാൾ പ്രായം കുറഞ്ഞവരായിട്ടാണ്. അപ്പോൾ അതിനുള്ള ട്രെയിനിങ് എനിക്ക് കർത്താവ് തന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അത് സാധിക്കും പിതാവെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നോർമൽ പ്രൊസീജിയറിലൂടെ പോവുക, ഇവിടെ വൊക്കേഷൻ ക്യാമ്പ് ഉണ്ടാകും, അതിൽ വന്ന് അറ്റൻഡ് ചെയ്യുക, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. പക്ഷേ ഈ കാലയളവിലൊക്കെ ഞാൻ ഒരുപാട് പ്രഷർ അനുഭവിക്കേണ്ടി വന്നു. എന്നോട് എൻ്റെ കൂടെ വർക്ക് ചെയ്തവർ ചോദിച്ചാൽ, എന്ത് മണ്ടത്തരം കാണിക്കണം, ഇത്രയും നല്ലൊരു ജോലി കളഞ്ഞ്, ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി കളഞ്ഞ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ടോ? ആർക്കും ഞാൻ പറഞ്ഞാൽ മനസ്സിലാകാത്തൊരു സിറ്റുവേഷനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കമ്പനി ഓഫേഴ്സൊക്കെ വെച്ചു, വേണമെങ്കിൽ കൊച്ചിയിലൊരു ഡിവിഷൻ തുടങ്ങിത്തരാം, അവിടെ അപ്പോയിൻ്റ് ചെയ്യാം, ഇവിടെ ചെന്നൈയിലായതുകൊണ്ടാണ് ബുദ്ധിമുട്ടെങ്കിൽ അവർ വേറെ ഓഫേഴ്സൊക്കെ തന്നു. പക്ഷെ അതെല്ലാം ഉപേക്ഷിച്ച് വരാനുള്ളൊരു ധൈര്യം എനിക്ക് കർത്താവ് തന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നീട് രൂപതയിൽ ചേർന്നു. 2006 ഞാൻ രൂപതയിൽ ചേരുന്നത്.
2006 ഞാൻ സെമിനാരി ചേരുമ്പോൾ ആദ്യം പ്രയാസമുണ്ടായിരുന്നെങ്കിലും പിന്നീട് അവരതങ്ങ് ആക്സെപ്റ്റ് ചെയ്തു. കാരണം അവർക്ക് മനസ്സിലായി ഇനി ഞാൻ തിരിച്ചു വരില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായതോടുകൂടി അവർ ആക്സെപ്റ്റ് ചെയ്തു. പിന്നീട് അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി. വളരെ ശക്തമായിട്ട് അതിനുവേണ്ടി ഒരുപാട് സപ്പോർട്ട് അവരുടെ ഉണ്ടായിരുന്നു. രാവിലെ അപ്പനെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കും. പിന്നെ അമ്മയും അപ്പനും കഴിയുന്ന അവസരങ്ങളിലെല്ലാം ദിവ്യബലിയിൽ പങ്കുചേരുമായിരുന്നു. അപ്പൻ മിക്കവാറും എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. അത് അങ്ങനെ അവരുടെ സപ്പോർട്ട് നല്ല രീതിയിൽ പിന്നീട് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ അച്ഛനായി കാണണമെന്നുള്ള ആഗ്രഹം തന്നെയായിരുന്നു അപ്പനും അമ്മയ്ക്കും. അപ്പോൾ ആദ്യത്തെ വർഷം എൻ്റെ ഫോർമേഷൻ കാലയളവ് എൻ്റെ റെക്ടറായിരുന്നത് വിൻസെൻ്റ് വാര്യത്തച്ഛനായിരുന്നു. അപ്പോൾ വിൻസെൻ്റ് വാര്യത്തച്ഛൻ്റെ കൂടെ ആയിരുന്നുകൊണ്ട് അച്ഛൻ കുറേ കാര്യങ്ങളിലൊക്കെ എന്നെ തന്നെ ഡെവലപ്പ് ചെയ്യാനും അതുപോലെ തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യിക്കാനും ഒക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഞാനത്ര പ്രൊഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സ്പീക്കറോ അങ്ങനെയൊന്നും ആയിരുന്നില്ല. അപ്പോൾ എന്നെ അതിലൊക്കെ ട്രെയിൻ ചെയ്യാനൊക്കെ അച്ഛൻ്റെ സഹായം ഒത്തിരി ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നിരുന്ന അച്ഛന്മാരും അൽമാരും ഒക്കെ ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷത്തെ ഫോർമേഷൻ്റെ അവസാന കാലഘട്ടത്തിൽ ഞങ്ങൾ ബാച്ചുകാർ ഒരുമിച്ച് ഞങ്ങളൊരു ബുക്കൊക്കെ ഇറക്കി. അപ്പോൾ അതിലും എനിക്ക് ഈ എക്സ്പീരിയൻസ് IT-യിലുള്ള എക്സ്പീരിയൻസ് ബുക്ക് ടൈപ്പ് ചെയ്യാനും സെറ്റ് ചെയ്യാനും ഒക്കെ എനിക്ക് സഹായകരമായി മാറി. അവരെ സഹായിക്കാനൊക്കെ സാധിച്ചു. അപ്പോൾ അങ്ങനെ ആദ്യത്തെ വർഷം കഴിഞ്ഞു. എന്നെ ആലുവയിലാണ് ഫിലോസഫി പഠിക്കാൻ വിട്ടത്. ആലുവ കാർമൽ സെമിനാരിയിലായിരുന്നു ഫിലോസഫി പഠിച്ചത്. അവിടെ 2 വർഷം ഫിലോസഫി, അവിടുത്തെ ബാച്ച്മേറ്റ്സും അച്ഛന്മാരും ഒക്കെ ഒത്തിരി സപ്പോർട്ടീവായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി ഫിലോസഫി വളരെ ഭംഗിയായി പൂർത്തിയാക്കാൻ സാധിച്ചു. ആ കാലയളവിൽ ഞാനങ്ങനെ ജീസസ് യൂത്തിനെ കുറിച്ചൊന്നും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ ബാച്ച്മേറ്റ് ഒരാൾ ഫുൾ ടൈമർഷിപ്പിനെ കുറിച്ച് രൂപതയിൽ അവതരിപ്പിച്ചിരുന്നു ഈ റീജൻസി കാലത്ത് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ രൂപത സെലക്ട് ചെയ്ത് എൻ്റെ ബാച്ച്മേറ്റിനെ ആയിരുന്നില്ല, എന്നെയായിരുന്നു. അങ്ങനെ ഞാൻ ഫുൾ ടൈമർഷിപ്പിന് കർത്താവ് എന്നെ പ്രത്യേകമായി തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ടാണ് എനിക്കൊരു മിഷൻ എന്നുള്ള സ്വപ്നം കർത്താവ് അവിടെ സാധ്യമാക്കി തന്നു. അപ്പോൾ ഞാൻ മിഷൻ ചെയ്തത് ജീസസ് യൂത്ത് ഫുൾ ടൈമർഷിപ്പ് ചെയ്തത് മണിപ്പൂരിൽ മറാം എന്ന വില്ലേജിലാണ്. അവിടെ ഒരു കോളേജിലായിരുന്നു, സലേഷ്യൻസിൻ്റെ ഡോൺ ബോസ്കോ കോളേജ് മറാമിലായിരുന്നു ഞാൻ ഫുൾ ടൈമറായിട്ട് പോയത്. അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എൻ്റെ ഉള്ളിലുള്ള മിനിസ്ട്രി അല്ലെങ്കിൽ കാരിസം യൂത്താണെന്നുള്ളത് കർത്താവ് തിരിച്ചറിവ് തന്നത് ആ ഒരു കാലഘട്ടത്തിലായിരുന്നു. കാരണം ഈ ഫോർമേഷൻ കഴിഞ്ഞ് അവിടെ ഒരു വർഷത്തോളം ഈ യുവജനങ്ങളോടൊപ്പം സേവനമനുഷ്ഠിക്കാൻ കിട്ടിയ അവസരം ഒരു ഏറ്റവും അനുഗ്രഹീതമായിട്ടുള്ളൊരു അവസരമായിട്ട് ഞാൻ കാണുക. കാരണം അവിടെ കോളേജിൽ എല്ലാം യൂത്താണ്. പിന്നെ അതുപോലെ തന്നെ ഹോസ്റ്റലിലുണ്ടായിരുന്നു. ഹോസ്റ്റലിൻ്റെ അസിസ്റ്റൻ്റായിട്ടൊക്കെ സേവനമനുഷ്ഠിച്ചു. അപ്പോൾ എൻ്റെ ഇൻചാർജായിട്ടുള്ള അച്ഛൻ ആദ്യം അത്ര സപ്പോർട്ടീവ് ആയിരുന്നില്ലെങ്കിലും പിന്നീട് അദ്ദേഹം വളരെ സപ്പോർട്ടീവായിരുന്നു. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടോടുകൂടി പിന്നെ ഞാൻ ഇന്ന് ഈ കാലയളവിലൊക്കെ നമ്മൾ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ കങ്കോപ്കി വില്ലേജിലൊക്കെ ഞങ്ങൾ ആദ്യമായിട്ടൊന്ന് റീച്ച് ഔട്ട് ചെയ്ത് ഞാൻ അവിടെ ഫുൾ ടൈമർഷിപ്പ് ചെയ്യുന്ന കാലഘട്ടത്തിലാണ്. അപ്പോൾ പിന്നെ വില്ലേജ് വിസിറ്റ്സൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം പോസിബിൾ അല്ലായിരുന്നു. പിന്നീട് വില്ലേജ് വിസിറ്റ്സിനൊക്കെ അച്ഛൻ അനുവാദമൊക്കെ നൽകിയതുകൊണ്ട് ഞങ്ങൾ വില്ലേജ് വിസിറ്റ്സിനൊക്കെ പോകുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് പോന്നപ്പോഴും കർത്താവ് എനിക്ക് പിന്നെയും യൂത്തിൻ്റെ ഒപ്പം തന്നെ പ്രവർത്തിക്കാനുള്ളൊരു അവസരം ഒരുക്കിയത് എന്നെ തിയോളജി പഠിക്കാൻ വിട്ടത് പൂനെയിലായിരുന്നു. അതുകൊണ്ട് വീണ്ടും ജീസസ് യൂത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ എനിക്ക് 4 വർഷവും 3.5 വർഷത്തോളം കിട്ടി. അപ്പം അത് അവിടെ ആയിരുന്നത് കൊണ്ട് ഒരു സെൽഫ് ഫോർമേഷനാണ് ശരിക്കും പറഞ്ഞാൽ പൂനെ പേപ്പൽ സെമിനാരിയിൽ. അപ്പം അതിൻ്റെ ഒരു വലിയ ബലം ഉള്ളിലുണ്ട് ഇപ്പോഴും. കാരണം നമുക്കൊരു ഇനീഷ്യേറ്റീവ്സൊക്കെ എടുക്കാൻ അവിടെ നിന്ന് ആരും പ്രചോദിപ്പിച്ചല്ല ഇനീഷ്യേറ്റീവ്സ് എടുത്തിരുന്നത്. ഞങ്ങൾ ചില മിനിസ്ട്രീസൊക്കെ അവിടെ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തിയോളജിയും ഫിലോസഫിയൊക്കെ കഴിഞ്ഞ് പോകുന്നവർ അവരുടെ പഴയ ഡ്രസ്സുകളൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകും. ഇപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ചേർന്നൊരു മിനിസ്ട്രി തുടങ്ങിയായിരുന്നു. പഴയ ഡ്രസ്സൊക്കെ ഞങ്ങൾ കഴുകി വൃത്തിയാക്കി അവിടെയുള്ള അഗതി മന്ദിരങ്ങളിൽ തേച്ച് ഉണക്കിയൊക്കെ ഞങ്ങൾ കൊടുക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് ചേർന്നൊരു മിനിസ്ട്രി തുടങ്ങിയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവിടെ ഈ പോപ്പുലർ ഡിവോഷനൊക്കെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യണം. അല്ലാണ്ട് അവിടുത്തെ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് അവിടെ. അപ്പോൾ ഒരു നാഗാലാൻഡിൽ നിന്നുള്ള ഒരു ബ്രദർ ഉണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പോൾ അച്ഛനാണ്. അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്തു. ഞങ്ങളെല്ലാവരും കുറച്ച് പേര് ചേർന്ന് അവിടെ എല്ലാ ശനിയാഴ്ചയും ഞങ്ങൾ ജപമാലയൊക്കെ വരുന്നു. ഗ്രോട്ടൊക്കെ റിവൈവ് ചെയ്തു.
അപ്പോൾ ഗ്രോട്ടൊക്കെ മനോഹരമായി. അന്ന് ഗ്രോട്ടൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ വളരെ അത്ര സുഖമായിരുന്നില്ല അത് കാണാൻ. പക്ഷേ ആ ബ്രദറിൻ്റെ ഒരു ഇനീഷ്യേറ്റീവിൽ ഞങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് കൂടിയാണ് ചെയ്തത്. പിന്നെ ഞാൻ ജീസസ് യൂത്ത് മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്യായിരുന്നു. അതുപോലെ വേറെ ഈ സെമിനേരിയിൽ നിന്നുള്ളൊരു മിനിസ്ട്രി ഉണ്ടായിരുന്നു. അപ്പോൾ 3-4 മിനിസ്ട്രിയൊക്കെ ഞങ്ങൾ ഒരേ സമയത്തൊക്കെ ചെയ്യാനുള്ള പോസിബിലിറ്റി അവിടെ ആയിരുന്നതുകൊണ്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ദൈവം അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ മിനിസ്ട്രിയൊക്കെ ചെയ്യാൻ വരുമ്പോൾ പ്രഷറൊക്കെ ഉണ്ടെങ്കിലും ചെയ്യാനുള്ളൊരു മനസ്സ് ഉള്ളിൽ കർത്താവ് അന്ന് രൂപപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കാലങ്ങളിലും കർത്താവിൻ്റെ ഒരു കരം കാണാൻ സാധിച്ചിട്ടുണ്ട്. ഫോർമേഷൻ കാലയളവിലാണെങ്കിലും അതുപോലെ തന്നെ പിന്നീട് ഇങ്ങോട്ട് അച്ഛനായി കഴിയുമ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുള്ളത് കർത്താവിൻ്റെ ഒരു കരം എൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെയെല്ലാം എനിക്ക് വളരെ ശക്തമായ അനുഗ്രഹങ്ങൾ ദൈവത്തിൻ്റെ ലഭിച്ചിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യം വഴിയും പിന്നെ പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തിയും പരിശുദ്ധ കുമ്പസാരത്തിലുള്ള റെഗുലറായിട്ടുള്ള പരിശുദ്ധ കുമ്പസാരമൊക്കെയാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സ്പിരിച്വൽ ഫാദർ അദ്ദേഹം മരിച്ചുപോയി, ജെസുവിറ്റ് ആയിരുന്നു. അദ്ദേഹമാണ് എന്നെ നോ പറയാൻ പഠിപ്പിച്ചത്. എനിക്ക് നോ പറയാൻ അറിയില്ലായിരുന്നു. പക്ഷെ നോ പറയേണ്ടതും ഒരു മിനിസ്ട്രിയിലും എല്ലാത്തിലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഫ്രാൻസിസ് പെരേര എന്ന് പറഞ്ഞ അച്ഛനാണ് എന്നെ അതിങ്ങനെ നോ പറയാനൊക്കെ പരിശീലിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഇടപെടൽ കാരണമാണ് എനിക്ക് നോ പറയാനുള്ളൊരു ധൈര്യമൊക്കെ കിട്ടിയത്. അപ്പോൾ അതിനുശേഷം എന്നെ ഇവിടെ ഡീക്കൻ മിനിസ്ട്രിക്ക് രൂപതയിൽ വന്നപ്പോൾ നിയോഗിച്ചത് വല്ലാർപാടം ബസിലിക്കയിലായിരുന്നു. 3 മാസക്കാലമായിരുന്നു ഞാനവിടെ മിനിസ്ട്രി ചെയ്തത്. അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മാതാവിൻ്റെ ഒരു മാധ്യസ്യത്തിൻ്റെ ഒരു വലിയ വലയം അവിടെയുണ്ട്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കും. അവിടെ നിൽക്കുമ്പോൾ ഒത്തിരി പേർക്ക് മാതാവിൻ്റെ മാധ്യസ്ഥത്തിലൂടെ അനുഗ്രഹം കിട്ടുന്നത് കാണാനിടയായിട്ടുണ്ട്, കേൾക്കാനിടയായിട്ടുണ്ട്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമ്മളെ കർത്താവ് ഇടപെടുത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു 3 മാസക്കാലം വല്ലാർപാടം തീർത്ഥാടന കേന്ദ്രത്തിൽ സേവനമനുഷ്ഠിക്കുമ്പോൾ കിട്ടിയ എക്സ്പീരിയൻസ്. അത് തണ്ടിക്കോട്ട് അച്ഛനായിരുന്നു ആ സമയത്ത്. ഞാൻ നേരത്തെ പ്രാർത്ഥനേനെ പഠിപ്പിച്ച അച്ഛനായിരുന്നു അന്ന് അവിടുത്തെ റെക്ടർ. അച്ഛൻ്റെ കൂടെ സേവനമനുഷ്ഠിച്ചത് എൻ്റെ പാസ്റ്ററൽ മിനിസ്ട്രിയിലും ഇന്ന് അച്ഛൻ്റെ ചില നിഷ്ഠയൊക്കെ നമ്മുടെ ജീവിതത്തിലും കൊണ്ടുവരാൻ സഹായകരമായി മാറിയിട്ടുണ്ട്. പിന്നീട് 2014 ഏപ്രിൽ 24 ആയിരുന്നു എൻ്റെ ഓർഡിനേഷൻ. അത് കത്തീഡ്രലിൽ വെച്ചായിരുന്നു. അന്ന് ഓർഡിനേഷൻ കഴിഞ്ഞ് എന്നെ ആദ്യമായിട്ട് നിയോഗിച്ചത് രൂപതയിലെ ഏറ്റവും വലിയ ദേവാലയമായ ചാത്തിയാത്ത് മൗണ്ട് കാർമൽ ചർച്ചിലായിരുന്നു. അവിടെ കൊച്ചച്ഛനായിട്ട് 10 മാസം സേവനമനുഷ്ഠിച്ചു. ആ 10 മാസം മാത്രമേ ഞാൻ കൊച്ചച്ഛനായിട്ട് ഇരുന്നിട്ടുള്ളൂ. പക്ഷേ ഇത്രയും വലിയൊരു ദേവാലയത്തിലായതുകൊണ്ട് എല്ലാ ശുശ്രൂഷകളെക്കുറിച്ചുമുള്ളൊരു കുറേ കാലം കൊണ്ട് കിട്ടേണ്ട എക്സ്പീരിയൻസ് 10 മാസക്കാലം കൊണ്ട് എനിക്ക് അവിടെ നിന്ന് ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തുടർന്നാണ് എന്നെ ഐസാറ്റിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് നിയോഗിക്കുന്നത്. 10 മാസം കഴിയുമ്പോൾ എന്നെ ഐസാറ്റിലേക്ക് നിയോഗിക്കാൻ ഫ്രാൻസിസ് പിതാവ് വിളിച്ചു. അങ്ങനെ ഐസാറ്റിലെ അസിസ്റ്റൻറ്റ് മാനേജറായിട്ട് ചാർജ് എടുത്തു. പിന്നീട് ഒരു 2.5 വർഷക്കാലം ഐസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു. തുടർന്ന് എന്നെ ഒരു ഏലൂർ വടക്കും ഭാഗം ക്രൈസ്റ്റ് ദ കിങ് ചർച്ചിലെ പ്രീസ്റ്റ് ഇൻചാർജായിട്ട് നിയോഗിച്ചു. അതോടൊപ്പം രൂപതയുടെ യൂത്ത് കമ്മീഷൻ ഡയറക്ടറായിട്ടും നിയോഗിച്ചു. അപ്പോൾ അവിടെ ഞാൻ ഒരു വർഷത്തോളം, 1 വർഷം തികച്ചില്ല, 1 വർഷത്തോളം ഞാൻ അവിടെ സേവനമനുഷ്ഠിച്ചു. അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടെ വളരെ ഒത്തിരി വലിയ കമ്മ്യൂണിറ്റി അല്ല, ഒരു 182 ഫാമിലി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം അവിടുത്തെ എല്ലാവരും വളരെ കോപ്പറേറ്റീവും സജീവമായിട്ട് ആ ഇടവകയെ കൊണ്ടുപോകാൻ സാധിച്ചു. ഒരു വർഷക്കാലം അവിടുത്തെ യൂത്തായിരുന്ന ആ വർഷം പെരുന്നാളൊക്കെ നടത്തിയപ്പോൾ അവരുടെ ഒപ്പമൊക്കെ ഒത്തിരി നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതേ തുടർന്ന് എന്നെ രൂപത വീണ്ടും ഒരു പുതിയ സ്ഥാപനത്തിലേക്ക് നിയോഗിച്ചു. സെൻറ്റ് ആൽബർട്ട്സ് കോളേജിൽ വൈസ് പ്രിൻസിപ്പളും അതുപോലെ തന്നെ ആ സമയത്ത് എനിക്ക് യൂത്ത് മിനിസ്ട്രിയുടെ ചാർജും ഉണ്ടായിരുന്നു. യൂത്ത് കമ്മീഷൻ ഡയറക്ടറും ഉണ്ടായിരുന്നു. പിന്നെ പുല്ലേപ്പടി പള്ളിയുടെ സ്പെഷ്യൽ സർവീസും കൂടി എന്നെ ഏൽപ്പിച്ചു. അപ്പോൾ അവിടെ എത്തിയപ്പോൾ പിന്നെ എനിക്ക് യൂത്ത് കമ്മീഷൻ കൊണ്ടുപോകാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നതുകൊണ്ട് എനിക്ക് യൂത്ത് കമ്മീഷൻ മാറ്റി KRLCBCയുടെ കീഴിലുള്ള ഈ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു,
സിവിൽ സർവീസ് ഗ്രൂമിംഗ് പ്രോഗ്രാം. ആ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററായിട്ട് എന്നെ നിയോഗിച്ചു. പിന്നെ അഞ്ചേ മുക്കാൽ വർഷത്തോളം ഞാൻ ആൽബർട്ട്സിൽ സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ആണ് ഞാൻ ഈ ബോൾഗാട്ടി പള്ളിയുടെ വികാരിയായിട്ട് വരുന്നത്. വൈദികൻ ആകുന്നതിന് മുമ്പുള്ള കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമാണ് വൈദികനായി കഴിയുമ്പോഴുള്ള ഒരനുഭവം. കാരണം ഒത്തിരി ചാലഞ്ചിങ് ആണ് ഒരു വൈദികനായിരിക്കുക ഇന്നത്തെ കാലത്തിൽ. പ്രത്യേകിച്ച് ഒരുപാട് വൈദികരെ അവഹേളിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളിലൂടെ വരുന്ന വാർത്തകളും തെറ്റായ ചിത്രങ്ങളും എല്ലാം വൈദിക വൃത്തിയെ കുറേ കൂടി താഴ്ത്തിക്കെട്ടുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ കാണുവാനിടയായിട്ടുണ്ട്. പക്ഷേ എങ്കിലും എനിക്ക് തോന്നുന്നു പരിശുദ്ധ കുർബാനയും അതുപോലെ തന്നെ നമ്മൾ ആളുകളോടുള്ള ഇടപെടലുകളും ഇന്നും വൈദിക വൃത്തിയെ വളരെ മഹനീയമായ ഒരു ദൈവവിളിയായി മാറ്റുന്നുണ്ട്. ഒരുപാട് പേരെ കേൾക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. കഴിഞ്ഞ 11 വർഷക്കാലത്തിനിടയിൽ കുറേ പേരുടെയെങ്കിലും ജീവിതത്തിൽ ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ വൈദിക വൃത്തി എന്നും എനിക്ക് സന്തോഷകരമായ അനുഭവമാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഈ ദൈവവിളി തെറ്റാണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. ചാലഞ്ചസ് ഓരോ ദിവസവും കൂടി വരുന്നുണ്ടെങ്കിലും പരിശുദ്ധ കുർബാനയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്യവും അതുപോലെ തന്നെ പരിശുദ്ധ കുംഭസാരവും എല്ലാം എനിക്കെപ്പോഴും ബലമായി മാറിയിട്ടുണ്ട്. റെഗുലറായിട്ടുള്ള പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കുംഭസാരവും അതുപോലെ തന്നെ ജപമാല പ്രാർത്ഥനകളും ഒക്കെ എനിക്ക് ശക്തി പകർന്നിട്ടേ ഉള്ളൂ. എളുപ്പമുള്ള സാഹചര്യങ്ങളിലല്ലാതെ പോയപ്പോഴും എല്ലാം ശക്തി പകർന്ന ചില വൈദിക വൃത്തിയിലുള്ള വൈദികരായിട്ടുള്ള സുഹൃത്തുക്കളുണ്ട്, അൽമായരുണ്ട്, അതുപോലെ തന്നെ സന്യസ്തരുണ്ട്. ഇവരുടെ എല്ലാം സാന്നിധ്യവും സഹകരണവും പ്രാർത്ഥനയൊക്കെയാണ് ഇന്ന് എനിക്ക് ബലമായിട്ട് മാറിയിട്ടുള്ളത്. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും പല പ്രത്യേക ഇടപെടലുകൾ നടത്തേണ്ട സാഹചര്യങ്ങളിലും ഒരുപാട് മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്നവർ ഒത്തിരി പേര് എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് എല്ലാത്തിലും കർത്താവിൻ്റെ ഒരു അനുഗ്രഹം അനുഭവവേദ്യമായിട്ടുണ്ട്. വൈദിക ജീവിതം എന്നും സന്തോഷമായിട്ടുള്ളൊരു ജീവിതമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടുള്ളത്. കാരണം ഇത് ഒരു ദിവസം കൊണ്ട് 10ാം ക്ലാസ് കഴിഞ്ഞെടുത്തൊരു തീരുമാനമായിരുന്നില്ല. ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം എടുത്തൊരു തീരുമാനമാണ്. 31ാമത്തെ വയസ്സിലാണ് ഞാൻ സെമിനാരിയിൽ ചേർന്നത്. 39ാമത്തെ വയസ്സിലാണ് അച്ഛനായി മാറിയത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു ഇടപെടലായിട്ട് മാത്രമേ എനിക്കിതിനെ കാണാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ദൈവവിളിയിൽ ഞാൻ സന്തുഷ്ടനാണ്. ചലഞ്ചസ് ഉണ്ട്, അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ തീർച്ചയായും കർത്താവിൻ്റെ സാന്നിധ്യവും അനുഗ്രഹവും കൊണ്ട് ഈ ദൈവവിളിയിൽ ഉറച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കഴിയും, നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ സഹായത്തോടെ. ഇന്നും ഒരുപാട് പേർ ദൈവവിളി ഉണ്ട്, പക്ഷേ ഒരു സംശയത്തിൽ നിൽക്കുന്ന ഒരുപാട് പേർ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതാണോ അവരുടെ ദൈവവിളി, അല്ലെങ്കിൽ വിവാഹ ജീവിതമാണോ ദൈവവിളി എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിൽക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. അങ്ങനെ ചിലർ ആ ദൈവവിളി തിരിച്ചറിഞ്ഞ് വരുന്നുണ്ട്, പക്ഷേ ചിലർ ഇപ്പോഴും സംശയത്തോടുകൂടെ നിൽക്കുകയാണ്. അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിങ്ങളിരിക്കുക, കർത്താവ് നിങ്ങളെ വഴി നടത്തും. നിങ്ങൾക്ക് ഉചിതമായ തീരുമാനമെടുക്കാൻ കർത്താവ് സഹായിക്കും. കാരണം പരിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മൾ നിശബ്ദമായിരുന്നാലും സംസാരിക്കും. അത് എൻ്റെ ജീവിതാനുഭവം, എൻ്റെ കൂടെ വൈദികരായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ചിലരുടെയൊക്കെ ജീവിതാനുഭവം എന്നെ പഠിപ്പിച്ചു തന്ന കാര്യമാണ്. നമ്മൾ ഒരുപാട് വാക്കുകൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കണമെന്ന് നിർബന്ധമില്ല. കർത്താവിൻ്റെ സന്നിധിയിലിരുന്നാൽ മതി, കർത്താവ് നമുക്കത് പറഞ്ഞു തരും. പിന്നെ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നത് പോലെ ദൈവവിളികൾ കുറഞ്ഞു വരുന്ന കാലഘട്ടമാണ്. നമ്മുടെ കുടുംബങ്ങൾ ചെറുതായി പോകുന്നു, അതുകൊണ്ട് തന്നെ ദൈവവിളികൾ കുറഞ്ഞു പോകുന്നു.
സന്യസ്തരാകാനും വൈദികരാകുവാനും വരുന്നവരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിണിത ഫലം മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ഇടവകകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെ സേവനമനുഷ്ഠിക്കാൻ സന്യസ്തരും വൈദികരും കുറഞ്ഞു പോകും. അത് ഒരു വലിയ വെല്ലുവിളിയാണ് നമ്മെ സംബന്ധിച്ച്. കാരണം ഒരു കാലഘട്ടത്തിൽ വിദേശീയരായ മിഷണറിമാർ വന്ന് നമ്മുടെ ഇവിടെ സേവനമനുഷ്ഠിച്ചു. ഇന്ന് നമ്മളുടെ ഇവിടെയുള്ള നല്ല ദൈവവിളികൾ കൂടിയത് കൊണ്ട് അതിൻ്റെ ഫലമായി നമ്മൾ പോയി പലയിടങ്ങളിലും മിഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇനി അടുത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ദൈവവിളികൾ കുറഞ്ഞു പോകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഒക്കെ വൈദികരും സന്യസ്തരും ഒക്കെ നമ്മളുടെ ഇടവകളിൽ വന്ന് സേവനമനുഷ്ഠിക്കേണ്ട കാലം വിദൂരത്തല്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ദൈവവിളികൾ പരിപോഷിപ്പിക്കുക, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മക്കളെ ദൈവവിളിയിലേക്ക് പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. നല്ല വിശുദ്ധരായ വൈദികരും സന്യസ്തരും ഒക്കെ നമ്മൾക്ക് ഇനിയും ആവശ്യമുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥനകൾ ഒന്നുകൊണ്ട് മാത്രമേ സാധ്യമാകുകയുള്ളൂ. ഈ അടുത്ത കാലത്ത് ഞാൻ എൻ്റെ ഈ ഇടവകയിലെ കുടുംബ യൂണിറ്റുകളിൽ പോയി പറഞ്ഞൊരു കാര്യം, എല്ലാ ദിവസവും നിങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ ഒരു രഹസ്യം നമ്മുടെ ഇടവകയിൽ നിന്ന് നല്ല ദൈവവിളി ഉണ്ടാകുവാനും, അതുപോലെ തന്നെ സേവനമനുഷ്ഠിക്കുന്ന മിഷൻ മേഖലകളിൽ സേവനമനുഷ്ഠിക്കുന്നവർ വൈദികരും സന്യസ്തരും ഒക്കെ അനുഭവിക്കുന്ന പീഡനങ്ങൾക്കിടയിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് അവർക്ക് ശക്തി പകരാൻ സാധിക്കും. അതുകൊണ്ട് അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായി ഒരു നാമ്പ് പോലെ ഒരു ദൈവവിളി കടന്നു വരുന്നതായി അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉറപ്പായും ഒരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. ഇന്നു മുതൽ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ ഒരു രഹസ്യം ഈ നിയോഗങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കുക. അതിൻ്റെ ഫലം നമുക്ക് മുന്നോട്ട് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളാണ് ബലഹീനരായ വൈദികരായ ഞങ്ങളെയും അതുപോലെ തന്നെ സന്യസ്തരെയൊക്കെ വിശുദ്ധമായ ജീവിതം നയിച്ച് കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ തുടർന്നും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത് നിങ്ങളുടെ പ്രാർത്ഥനകളാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.